നയന ഓഫീസിലായിരിക്കുന്ന ദിവസം ചന്തുമോൾ ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക ഒരു റിമോട്ട് കാറുമായിട്ട് ചന്തുമോളെ കാണാതെ ഒളിച്ചു നിൽക്കുകയാണ്. പിശാചി, നീ ഇനിയും വീട്ടിലിരിക്കുന്ന കാലത്തോളം എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഓരോന്ന് വന്ന് ഇങ്ങോട്ട് കയറിക്കോളും. നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി കാണിച്ചു തരാടി എന്ന് മനസ്സിൽ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചന്തുമോൾ കളിക്കുന്നിടത്തേക്ക് ഒരു റിമോട്ട് കാർ ഓടിച്ചു വിടുകയാണ്. ആയി കാറ് എന്ന് പറഞ്ഞ് ചന്തുമോൾ അതെടുക്കാൻ ചെല്ലുമ്പോൾ അനാമിക ആ കാറ് സ്പീഡിൽ ഓടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കാറിൻ്റെ പുറകെ പോയി ചന്തുമോൾ സ്റ്റോർ റൂമിലേക്കാണ് കയറുന്നത്. ചന്തുമോൾ കയറിയതും അനാമിക വാതിൽ പുറത്തുനിന്ന് അടച്ചു കളയാൻ കേട്ടോ. പെട്ടെന്ന് ഡോർ അടഞ്ഞ് സൗണ്ട് കേട്ട് ചന്തുമോൾ ഓടിച്ചെന്ന് കഥകൾ മുട്ടി കരയുകയാണ്. കഥക് തുറക്ക്, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി നിലവിളിക്കുകയാണ് കേട്ടോ. എന്നാൽ പുറത്ത് അനാമിക, നീ അവിടെ കിടന്ന് ചാകടി, ഇത് ഞാൻ ചെയ്തതാണെന്ന് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ് കേട്ടോ. ചന്തുമോൾ അപ്പോഴും കഥകൾ മുട്ടി വിളിക്കുകയാണ്. നയനാമി, നയനാമി, വാതിൽ തുറക്ക്, ചന്തുമോൾക്ക് പേടിയാകുന്നു നയനാമി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഉച്ചത്തിൽ കരയുകയാണ്. നയന ചന്തുമോളെ നന്നായി നോക്കിക്കൊള്ളാമെന്നല്ലേ പറഞ്ഞത്? മോളെ കാണാതിരിക്കുമ്പോൾ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവളെ വെറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അനാമിക. കുറേ നേരം ചന്തുമോള് വാതിൽ മുട്ടി വിളിക്കും. പിന്നീട് തളർന്ന് ആ കുട്ടി ഉറങ്ങിപ്പോവുകയാണ്. ഒന്നും അറിയാതെ നയന ഓഫീസിൽ ഇരുന്ന് അവളുടെ ജോലി ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നയനയും ആദർശും വീട്ടിലെത്തുകയാണ് കേട്ടോ. നയന ചന്തുമോളെ എന്ന് വിളിച്ചിട്ടും മോളുടെ ഒരു അനക്കവും ഇല്ലാത്തത് കണ്ട് ആദർശിനോട് പറയുകയാണ്. അല്ല ആദർശേട്ടാ, ചന്തുമോൾ എന്തിയെ? അവളെ കാണുന്നില്ലല്ലോ. അവൾ ഇവിടെ വല്ലയിടത്തും കാണുമെന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. നയന മുത്തശ്ശൻ്റെ മുറിയിൽ ചെന്ന് നോക്കുകയാണ്. മുത്തശ്ശി, ചന്തുമോൾ എന്തിയെ എന്ന് ചോദിക്കുകയാണ്. മോളെ, അവൾ അവിടെ എവിടെയെങ്കിലും കളിക്കുകയായിരിക്കുമെന്ന് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. നയനയും ആദർശം കൂടി ദേവയാനിയുടെ അടുത്തും ചെല്ലുകയാണ് കേട്ടോ. അമ്മേ, ചന്തുമോളെ കണ്ടു? ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് ദേവയാനി പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കും, അല്ല എന്താ പ്രശ്നം? അപ്പോൾ നയന പറയും, ചന്തുമോളെ കാണുന്നില്ല ഇവിടെയൊന്നും. ഓ, അവളെവിടെ പോകാനാ? അവൾക്ക് ഇത് തന്നെയല്ലേ പണി, എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും എന്ന് ജലജ പുച്ഛത്തോടെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അനിയും എല്ലാവരും ചേർന്ന് ചന്തുമോളെ തിരയുകയാണ് കേട്ടോ. ഒടുവിൽ നയന ആ റൂമിൻ്റെ വാതിൽ ചെന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ചന്തുമോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഓടിച്ചെന്ന് ചന്തുമോളെ എന്ന് വിളിച്ച് നയന മോളെ എടുക്കാൻ ചെല്ലുമ്പോൾ ആദർശ് എത്തുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് ചന്തുമോളെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. പെട്ടെന്ന് ചന്തുമോൾ എഴുന്നേറ്റ് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. ചന്തുമോളെ, നീ എന്തിനാ സ്റ്റോർ റൂമിൽ പോയത് എന്ന് നയന ചോദിക്കുകയാണ്. അത് ഞാൻ റിമോട്ട് കാർ എടുക്കാൻ പോയതാണ്. ആ കാറ് ആ റൂമിലേക്കാണ് ഓടിപ്പോയത്. അതെടുക്കാൻ പിന്നാലെ പോയതാണെന്ന് മോള് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആര് വന്ന് കഥ കടച്ചതാണെന്നും മോള് പറയുകയാണ്. റിമോട്ട് കാറോ? തനിയെ പോകാൻ അത് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്താലല്ലേ പോകൂ? നയന ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന സംശയത്തോടെ ജലജയെ നോക്കുകയാണ് കേട്ടോ. അപ്പം ജലജ പറയും, നീ എന്തിനാ എന്നെ നോക്കുന്നത്? അല്ല, ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് നയന പറയുകയാണ്. അതേടി, വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ മോനോ ആണല്ലോ. നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് എന്ന് ജലജ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയും, ഉറപ്പായിട്ടും ഈ വീട്ടിൽ ആരോ ചെയ്ത പണിയാണിത്. ആരാണെന്ന് വെച്ചാൽ അവർ പറയുകയാണ് നല്ലത്. അപ്പോഴാണ് അനി അനാമികയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അവളുടെ മുഖത്തെ കള്ള ലക്ഷണം കാണുമ്പോൾ അനി പറയും, അനാമികയെ, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നീ ചെയ്ത വേലയല്ലേ എന്ന് അനി അനാമികയോട് ചോദിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം ഞാനാണല്ലോ ചെയ്തത്. ഇതുപോലെ തന്നെ ഇവൾ ഒരു ദിവസം ഒളിച്ചിരുന്നതല്ലേ, അതെല്ലാം എല്ലാവരും മറന്നുപോയി. ഞാൻ എൻ്റെ റൂമിലായിരുന്നു, എനിക്കൊന്നും അറിയില്ല എന്ന് അനാമിക പറയുകയാണ്. അപ്പോഴാണ് ജലജയെ നവ്യ സംശയത്തോടെ നോക്കുന്നത്. ജലജ ഇത് കാണുമ്പോൾ ഇവളുടെ നോട്ടം കണ്ടാൽ ഞാനാണിത് ചെയ്തതെന്നാണല്ലോ എന്ന് ജലജ ആലോചിക്കുകയാണ്ടോ. അനാമികയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടാതെ വേറെ വഴിയില്ല. എന്നാലേ എന്നോടുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും മാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നമുണ്ടാകാനിരിക്കുകയാണല്ലോ എൻ്റെ മേലെ കുറ്റം ചേരാൻ. അല്ല അനാമിക, നീ കുറച്ചു നേരത്തെ സ്റ്റോർ റൂമിൽ പോകുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ നിൻ്റെ കയ്യിൽ എന്തോ മറച്ചു വെച്ചിരുന്നല്ലോ എന്ന് ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അനാമികയെ സംശയത്തോട് നോക്കുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ ജലജയുടെ ചോദ്യം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കും, അല്ല അനാമിക, നീ എന്താ ജലജ ചോദിച്ചതിന് മറുപടി പറയാത്തത്? നീ എന്തിനാ സ്റ്റോർ റൂമിൽ പോയത്? കണ്ടോ, ഇത് തീർച്ചയായും ഇവളുടെ വേല തന്നെയാണ് എന്ന് അനി പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ജലജയ്ക്ക് സമാധാനമാവുകയാണ്. അപ്പോൾ നയന് ചോദിക്കും, പറയുക അനാമിക, നീ ആണോ സ്റ്റോർ റൂമിൽ ചന്തുമോളെ പൂട്ടിയിട്ടത്? ഒന്ന് നിർത്താമോ? ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ചന്തുമോൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന് അനാമിക പറയുമ്പോൾ എല്ലാവരും നെറ്റിത്തെരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്ന്. ഇത് കേട്ട് അനി അനാമികയെ അടിക്കാൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും നയനയും അനി എന്ന് വിളിക്കുമ്പോൾ അവളെ അടിക്കാതെ കൈമാറ്റുകയാണ്. എടി, നീ നാളെ കോടതിയിൽ വാ,
നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും നീ രക്ഷപ്പെടില്ല എന്ന് അനി പറയുകയാണ് കേട്ടോ. എനിക്കറിയാം ഇത് നീയാണ് ചെയ്തതെന്ന്. ഈ ഒരു പ്രശ്നം മതി എനിക്ക് കോടതിയിൽ നിന്നും ഡിവോഴ്സ് കിട്ടാൻ. അനാമിക രൂക്ഷമായി അനിയെ നോക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്